ഹായ് കൂട്ടുകാരെ, പുതിയൊരു കൃഷി വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ രാവിലത്തെ കുറച്ച് കൃഷി കാഴ്ചകളാണ് കേട്ടോ കാണിക്കുന്നത്. രാവിലെ തന്നെ ടെറസിലോട്ടൊക്കെ വന്ന് കഴിഞ്ഞാൽ എനിക്കുള്ള ജോലി എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പച്ചക്കറിത്തോട്ടത്തിലെ ഈ പൂക്കളൊക്കെ ഇങ്ങനെ വിരിഞ്ഞു നിൽക്കുന്നതും അതുപോലെ ഇലകളിലൊക്കെ ഇങ്ങനെ മഞ്ഞത്തുള്ളിയൊക്കെ നിൽക്കുന്നത് കാണാനൊക്കെ ഒരു പ്രത്യേക ഭംഗിയാണല്ലോ. അപ്പോൾ അതൊക്കെ കുറച്ച് നേരം ഇങ്ങനെ കണ്ട് ആസ്വദിച്ച് നിൽക്കും. പിന്നെ നമ്മുടെ ചെടികൾക്കൊക്കെ വെള്ളം ഒഴിച്ച് കൊടുക്കുക, അതുപോലെ വളങ്ങളൊക്കെ ഇട്ട് കൊടുക്കുക. അതേപോലെ തന്നെ ഉണങ്ങിയ ഇലകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റി, ഇതൊക്കെയുണ്ട് നമുക്ക് രാവിലെ തന്നെ നമ്മുടെ അടുക്കളത്തോട്ടത്തിൽ വന്നാലുള്ളൊരു ജോലി. ഒരു അരമണിക്കൂറൊക്കെ നമ്മൾ ഇതിനായിട്ടൊക്കെ ചിലവഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആവശ്യത്തിനുള്ളത് നമുക്ക് നല്ല രീതിയിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. ഇതൊക്കെ നമ്മുടെ കുറ്റിത്തക്കാളി നട്ട് കൊടുത്താണ്. ഇതിലൊക്കെ നല്ല രീതിയിൽ പൂക്കളും കായ്കളും ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കണ്ട് ഇതിലൊക്കെ നിറയെ കായ്കൾ പിടിക്കുന്നുണ്ട്, അതുപോലെ തന്നെ പൂക്കളും ഉണ്ടാവുന്നുണ്ട്. പൂക്കളൊന്നും കൊഴിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്താണ് ചെയ്ത് കൊടുക്കാറ് എന്ന് വെച്ചാൽ ഫിഷ് അമിനോ ഒരു 5 ml എടുത്ത് 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി എല്ലാ പച്ചക്കറി ചെടികളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കും. അതുപോലെ തന്നെ ചുവട്ടിലും ഒഴിച്ചു കൊടുക്കും. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ പൂക്കളൊന്നും കൊഴിഞ്ഞു പോകാതെ ഉണ്ടായ പൂക്കളൊക്കെ കായായി കിട്ടുകയും ചെയ്യും. ഞാനിവിടെ ടെറസിലാണ് കേട്ടോ ഈ പച്ചക്കറികളൊക്കെ കൃഷി ചെയ്യുന്നത്. അപ്പം മോൻ രാവിലെ തന്നെ എല്ലാത്തിനും വെള്ളമൊക്കെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഓനക്കിത് ഭയങ്കര ഇഷ്ടമാണ്, ഇങ്ങനെ ഇത് പച്ചക്കറികൾക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത്, വളമിട്ട് കൊടുക്കുന്നത്, അതേപോലെ തന്നെ വിളവെടുക്കുന്നതൊക്കെ ഒത്തിരി ഇഷ്ടമാണ് കേട്ടോ. അപ്പം ഞാൻ ഇതിൻ്റെ ലാസ്റ്റ് കുറച്ച് വിളവെടുപ്പും കാണിക്കുന്നുണ്ട്. വഴുതന, വെണ്ട, പയറ്, മുളക് ഇതൊക്കെ കുറച്ചൊക്കെ വിളവെടുക്കാനുണ്ട്. ഇത് കണ്ടോ, ഈ ഒരു ഭാഗത്ത് നമ്മുടെ ചട്ടിയിൽ നട്ട് കൊടുത്ത മുളക് ചെടികളാണ് കേട്ടോ. നല്ല ഭംഗിയായി ഇതൊക്കെ വളർന്നു വന്ന് ഇതിലൊക്കെ അതാ പൂക്കളൊക്കെ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്. ഇത് തക്കാളി മുളകിൻ്റെ തൈകൾ വാങ്ങിയതാണ് കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഇത് നട്ട് കൊടുത്തിട്ടുള്ളത്. എങ്ങനെ ഉണ്ടാവുമെന്ന് നമുക്ക് പൂക്കളൊക്കെ വന്ന് തുടങ്ങിയാൽ അറിയാം. അപ്പോൾ നമ്മളെപ്പോഴും മണ്ണൊക്കെ ഒരുക്കി കൊടുക്കുമ്പോൾ നല്ല ഇളക്കമുള്ള നീർവാർച്ചയുള്ള മണ്ണിൽ വേണം തൈകളൊക്കെ നട്ട് കൊടുക്കാനായിട്ട്. ഇതുപോലെ പഴുത്ത ഇലകളൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് പെറുക്കി മാറ്റി കൊടുക്കണം കേട്ടോ. അതേപോലെ തന്നെ ആഴ്ചയിലൊരു ദിവസം വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതമൊക്കെ തളിച്ച് കൊടുത്ത് കഴിഞ്ഞാൽ വെള്ളീച്ച, മുഞ്ഞ ഇതുപോലുള്ള പ്രശ്നങ്ങളൊക്കെ മാറിക്കിട്ടും. നമ്മൾ രോഗങ്ങൾ വരാനായിട്ട് നിൽക്കരുത്. രോഗങ്ങൾ വരുന്നതിന് മുമ്പ് തന്നെ വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതമൊക്കെ തളിച്ച് കൊടുക്കുക. അപ്പോൾ ഇത് കണ്ടത് വേറൊരു ഐറ്റം മുളകാണ് കേട്ടോ. ഇതിലൊക്കെ ഇഷ്ടം പോലെയാണ് കേട്ടോ കായ്ച്ചിട്ടുള്ളത്. നമ്മളെപ്പോഴും ഈ ചെടികളുടെ ചുവടൊക്കെ നല്ല വൃത്തിയാക്കി ഇടണം. കളകളൊന്നും വന്ന് നിറയാൻ നിൽക്കരുത്. കളകളൊക്കെ എപ്പോഴും പറിച്ച് മാറ്റുക. ഇത് കണ്ടോ, അതിലൊക്കെ നല്ല രീതിയിൽ തന്നെ പൂക്കളും കായ്കളും ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഒരു 5-6 ചുവടൊക്കെ ഞാനിവിടെ മുളകിൻ്റെ തൈകൾ നട്ട് കൊടുത്തിരുന്നു. ഓരോ ചട്ടിയിലും 2 തൈകളാണ് കേട്ടോ നട്ട് കൊടുത്തിട്ട്. ഇതിലൊക്കെ നിറയെ പൂക്കളും കായ്കളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് പേർ ചോദിച്ചിരുന്നു ഇതിൻ്റെ മുളകുണ്ടായിട്ട് അതിൻ്റെ വീഡിയോ കാണിക്കണമെന്ന്. ഇത് കണ്ടോ, നല്ലൊരു ഭംഗിയാണ് കേട്ടോ. അതൊക്കെ ഇങ്ങനെ രാവിലെയൊക്കെ വന്ന് ഇത് ഇലകളിലൊക്കെ ഈ മഞ്ഞത്തുള്ളിയൊക്കെ വീണ് കിടക്കുന്നത് കാണാനും പൂക്കൾ വിരിഞ്ഞ് നിൽക്കുന്നത് കാണാനൊക്കെ ഒത്തിരി ഭംഗിയാണ്. ഇതൊക്കെ നമ്മുടെ രാവിലത്തെ ഡ്യൂട്ടി. ഇത് കണ്ട് ഇത് ചട്ടിയിൽ നട്ട കുറ്റിക്കുരുമുളകാണ് കേട്ടോ. അപ്പോൾ ഇതിലൊക്കെ 2 ദിവസമായിട്ട് ചെറിയ രീതിയിൽ മഴയൊക്കെ കിട്ടിയിരുന്നു. അപ്പോൾ അതാ കളകളൊക്കെ വന്ന് ഇപ്പം തന്നെ നിറയാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് പറിച്ചു മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇത് വഴുതനയാണ് കേട്ടോ. വഴുതനക്ക് ഇതുപോലെ നല്ലൊരു കമ്പൊക്കെ വെച്ച് കുത്തിക്കൊടുത്ത് അതിലോട്ട് ചെടിയെ കെട്ടി കൊടുത്ത് കഴിഞ്ഞാൽ കാറ്റത്തും മഴയത്തും ഒന്നും ഒടിഞ്ഞ് വീഴില്ല. അപ്പോൾ അതിലൊക്കെ അതാ നിറയെ പൂക്കളും കായ്കളും ഒക്കെ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്. പല വെറൈറ്റി വഴുതനയുടെ തൈകളൊക്കെ ഞാൻ നട്ടു കൊടുത്തിരുന്നു. നമ്മൾ വഴുതന ചെടിയുടെ ഇലകളിലൊക്കെ എപ്പോഴും വന്ന് നോക്കണം കേട്ടോ. പെട്ടെന്ന് കീടബാധ വന്ന് നശിക്കുന്നൊരു ചെടിയാണിത്. അപ്പോൾ അതിൻ്റെ ഇലയുടെ അടിയിലൊക്കെ മുഞ്ഞ, വെള്ളീച്ചക്ക വന്ന് കൂടുതൽ വന്ന് ഇരിക്കും. അപ്പോൾ അതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മുടെ നിരീക്ഷണമാണ് ഇതിന് ഏറ്റവും നല്ലൊരു മാർഗം. നമ്മൾ 2 നേരവും ഇതിൻ്റെ ചുവട്ടിലൊക്കെ വന്ന് നോക്കണം, കീടങ്ങളുണ്ടോ ഇല്ലയോ എന്നൊക്കെ. അതേപോലെ തന്നെ വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതമൊക്കെ തളിച്ച് കൊടുക്കുക. പിന്നെ ഞാനൊരു ജൈവ കീടനാശിനി തളിച്ച് കൊടുക്കാറുണ്ട്. അത് ബിവേറിയ എന്ന് പറയുന്ന ഒരു ജൈവ കീടനാശിനിയാണ് കേട്ടോ. വളങ്ങളൊക്കെ വിൽക്കുന്ന കടയിൽ അത് വാങ്ങിക്കാൻ കിട്ടും. അതൊരു 5 ml 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് പുഴുക്കളുടെ ശല്യത്തിനൊക്കെ ഒഴിച്ച് കൊടുക്കുക. ഉറുമ്പ് അതൊക്കെ മാറിക്കിട്ടും കേട്ടോ. അപ്പോൾ ഇത് കണ്ടത് വേറൊരു വെറൈറ്റി വഴുതനയാണ്. ഇതും പൂവൊക്കെ ഇട്ട് തുടങ്ങിയിട്ടുണ്ട്.
അപ്പോൾ ഇതിനൊന്നും ഒരു കേടൊന്നുമില്ല. എന്നാലും നമ്മൾ ഇടയ്ക്കൊക്കെ നോക്കണം. ഇലകളിൽ പറ്റിപ്പിടിച്ചാണ് കീടങ്ങളൊക്കെ ഇരിക്കാറ്. അപ്പോൾ ഒരു 5-6 ചുവടൊക്കെ വഴുതനയും ഞാനിവിടെ നട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ആനക്കൊമ്പൻ വെണ്ടയാണ്. അപ്പോൾ ഇതിൽ നിന്നും ഞാനിപ്പോൾ 2 പ്രാവശ്യം വിളവെടുത്തു കേട്ടോ. പെട്ടെന്ന് വെണ്ടക്ക വിളവെടുക്കാനായിട്ട് പറ്റും. വെണ്ടക്ക അധികം മൂപ്പാകാൻ വെക്കരുത്, വേഗം വിളവെടുക്കണം. ഇത് വേറൊരു വെറൈറ്റി വഴുതനയാണ്. അപ്പോൾ ഞാനിതിൻ്റെ ഈ മണ്ടഭാഗം ഇങ്ങനെ നുള്ളി കൊടുത്തിരുന്നു. അപ്പോൾ അതിൻ്റെ ചുറ്റുഭാഗത്ത് നിന്നും പുതിയ ശിഖരങ്ങളൊക്കെ വന്ന് അതിലൊക്കെ പൂക്കളും കായ്കളും ഉണ്ടാവുന്നുണ്ട്. ഇപ്പോൾ ഒരു 3 ഗ്രോ ബാഗിലായിട്ട് ഞാനിവിടെ ആനക്കൊമ്പൻ വെണ്ടയാണ് നട്ട് കൊടുത്തിട്ട്. അപ്പോൾ ഇതും വിളവെടുക്കാൻ പാകമായ വെണ്ടയാണ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് വിളവെടുക്കണം. നമ്മുടെ വീട്ടിലേക്ക് അത്യാവശ്യം വേണ്ടതായ പച്ചക്കറികളൊക്കെ ഞാനിവിടെ ടെറസിൽ നട്ട് പിടിപ്പിക്കാറുണ്ട്. നല്ല രീതിയിൽ തന്നെ നമുക്ക് അന്നന്ന് അതിൽ നിന്ന് വിളവും കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതെന്താണെന്നറിയോ, ചോളാണ് കേട്ടോ. അപ്പോൾ ചോള ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അത് കണ്ടോ, നല്ല ഭംഗിയുണ്ട് കേട്ടോ അത് കാണാൻ. ഞാൻ ഈ ചോളത്തിൻ്റെ തൈ വില്ലേജ് അഗ്രോയിൽ നിന്ന് ഓൺലൈൻ വഴി വാങ്ങിയതാണ്. അതിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിരുന്നു. അപ്പോൾ ഇതിൻ്റെ പൂവാണ് കേട്ടോ. മുകളിൽ ഇങ്ങനെ ഈ പൂവും ചോള അടിയിലാണ് കേട്ടോ ഉണ്ടാവുന്നത്. നല്ല ഭംഗിയാണ് ഇതിൻ്റെ പൂവ് ഇങ്ങനെ കാണാൻ. അതുപോലെ ഞാനിവിടെ മുരിങ്ങയും നട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു വലിയൊരു പാത്രത്തിൽ നട്ട് കൊടുത്ത മുരിങ്ങയായിരുന്നു. ഇതിൽ നിന്ന് ഒരുപാട് വിളവെടുത്തിട്ടോ. അപ്പോൾ ഞാൻ ഇതിൻ്റെ കമ്പ് മുറിച്ച് കൊടുത്തതാണ്. ഇപ്പോൾ പുതിയ ശിഖരങ്ങളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇത് നമ്മുടെ പച്ചച്ചീര പാകിയതായിരുന്നു കേട്ടോ. ഇതും ഞാൻ കുറേ വിളവെടുത്തതാണ്. ഇത് ഞാൻ ഒരു വർഷമായ വഴുതനയുടെ തൈകളൊക്കെ പ്രൂൺ ചെയ്തതാണ് കേട്ടോ. ഒരു 4-5 പ്രാവശ്യമൊക്കെ അതിൽ നിന്ന് വിളവെടുത്തിരുന്നു. വീണ്ടും പ്രൂൺ ചെയ്ത് കൊടുത്തപ്പോൾ അതിൽ നിന്ന് പുതിയ കമ്പുകളൊക്കെ വന്ന് അതിലൊക്കെ പൂക്കളും കായ്കളും ആവുന്നുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് വിളവെടുക്കാൻ പാകമായതുണ്ട്, അതെടുക്കുകയാണ് കേട്ടോ. വഴുതനയാണിത്. നമ്മുടെ വീട്ടിലേക്ക് അന്നന്ന് ആവശ്യമുള്ളത് നമുക്ക് ഇതുപോലെ കിട്ടാറുണ്ട്. അപ്പോൾ മോനക്ക് വിളവെടുക്കുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോൾ പാവൽ ഞാൻ എടുത്തോളാം എന്ന് പറഞ്ഞ് അവൻ എടുക്കുകയാണ് കേട്ടോ. 2 പാവൽ വിളവെടുക്കാനായിരുന്നു. വെള്ള പാവലാണ് കേട്ടത്. അതേപോലെ ഈ ഒരു ഭാഗത്ത് ചട്ടിയിൽ നട്ട് കൊടുത്ത വഴുതന ഉണ്ടായിരുന്നു, അതും കൂടെ എടുത്തു. ഇനി ആനക്കൊമ്പൻ വെണ്ടയാണിത്. അപ്പോൾ ഞാനിവിടെ ടെറസിൽ കൃഷി ചെയ്യുമ്പോൾ കൂടുതലും ഉണങ്ങിയ കരിയിലകളാണ് കേട്ടോ ഗ്രോ ബാഗിലൊക്കെ നിറച്ച് കൊടുക്കാറ്. മണ്ണിൻ്റെ അളവ് വളരെ കുറവാണ്. 3/4 ഭാഗത്തോളം ഉണങ്ങിയ കരിയില നിറച്ച് കൊടുക്കും. എന്നിട്ട് കുറച്ച് പൊട്ടി മിക്സ് ഇട്ട് കൊടുക്കാറുള്ളൂ. ആ കരിയിലയും ആ മണ്ണും പൊടിഞ്ഞ് നല്ലൊരു വളമായി മാറുകയും ചെയ്യും. മണ്ണ് നല്ല ഇളക്കമുള്ള മണ്ണാവുകയും ചെയ്യും. ഇത് പാലക്ക് ചീരയാണ് കേട്ടോ. അപ്പോൾ ഈ പാലക്ക് ചീര ഇതുപോലെ ഇല ഇങ്ങനെ നുള്ളിയെടുക്കാറാണ് ചെയ്യാറ്. നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ പാലക്ക് ചീരയൊക്കെ തോരനുണ്ടാക്കി കഴിക്കാനായിട്ട്. അപ്പോൾ ഇതുപോലെ എന്നും നമുക്കൊക്കെ ഇതേപോലെ വിളവെടുക്കാനായിട്ട് കിട്ടും. നമ്മൾ കൃഷിയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ വിഷമില്ലാത്ത പച്ചക്കറി നമുക്ക് കഴിക്കുകയും ചെയ്യാം. ഒരു 3-4 ചുവട് വെണ്ട, അതുപോലെ ഒരു 3-4 ചുവട് തക്കാളി, ഒരു 3-4 ഗ്രോ ബാഗിലായിട്ട് പച്ചമുളക്, വഴുതന ഒക്കെ നട്ട് പിടിപ്പിച്ചാൽ നമ്മുടെ വീട്ടിലേക്ക് അന്നന്ന് ആവശ്യമുള്ളത് നമുക്ക് അതിൽ നിന്ന് കിട്ടും. ഇതിൻ്റെ ചുവട്ടിൽ കളകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ പെട്ടെന്ന് പറിച്ചു മാറ്റണം. അല്ലെങ്കിൽ നമ്മൾ ഇതിന് കൊടുക്കുന്ന വളമൊക്കെ ഈ കളകൾ വലിച്ചെടുത്ത് നമ്മുടെ ചെടികൾക്കൊന്നും കിട്ടില്ല. അപ്പോൾ ഇത് കണ്ട് ഇത്രയും പാലച്ചീര ഞാൻ എടുത്തിട്ടുണ്ട്. അതുപോലെ 2 പാവൽ, 5-6 വഴുതന, 3-4 വെണ്ടയൊക്കെയാണ് കേട്ടോ ഇന്ന് എടുത്തത്. ഇന്നത്തെ ആവശ്യത്തിനുള്ള ഇത് മതി. അങ്ങനെ നമുക്ക് എന്നും നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ളതായത് ഇതിൽ നിന്ന് തന്നെ കിട്ടാറുണ്ട്. ഞാൻ പുറത്തു നിന്നൊന്നും പച്ചക്കറി വാങ്ങിക്കാറില്ല. വീട്ടിൽ തന്നെ ഉണ്ടാക്കി അതിൽ നിന്ന് വിളവെടുക്കാറാണ് ചെയ്യാറ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ വീണ്ടും കാണാം.